ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതികരിക്കുകയാണ്. അതിലേക്ക് ഇത്തരം വാർത്തകൾ കൊടുക്കുമ്പോൾ ഒന്ന്, ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിനിധി, ഒരിക്കൽ കൂടി പറയുന്നു, ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിനിധി അങ്ങനൊരു വാചകം പറഞ്ഞിട്ടില്ല. മാത്രമല്ല, വയനാട്ടിൽ നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രവർത്തനങ്ങൾ അങ്ങേറ്റം മാതൃകാപരമാണ് എന്ന് 14 ജില്ലാ കമ്മിറ്റി അഭിപ്രായപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇവിടുന്ന് അങ്ങനത്തെ വാർത്ത വരുന്നത് ഓക്കെ. ഈ മുസ്ലിം ലീഗിന് 105 വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ അവർ ഭൂമി അതായത് നമ്മൾ സർക്കാരിനോടാണ് ആവശ്യപ്പെട്ടത് ഭൂമി തരണമെന്ന്. സർക്കാർ തരുന്നില്ല. സർക്കാർ തരുന്നില്ലെന്ന് പറഞ്ഞ് നമ്മൾ സർക്കാർ ജനങ്ങളെ പറ്റിക്കുന്ന പോലെ നമ്മൾ പറ്റിക്കാനില്ല. ഞങ്ങൾ അടുത്ത മാർഗത്തിലേക്ക് പോകുന്നു. ആ സമയത്ത് വയനാട് ദുരന്തത്തിന്റെ തൊട്ട് പിന്നാലെ അവിടെ കൂടിയ അവലോകന യോഗത്തിലും അതുപോലെ ഈ വീട് നിർമ്മിക്കാൻ താല്പര്യപ്പെട്ടവരെല്ലാം കൂടി വിളിച്ചു ചേർത്തുള്ള യോഗം കൂടിയാണല്ലോ. അതിൽ തന്നെ സർക്കാർ പറയുന്നുണ്ടായിരുന്നല്ലോ, സർക്കാർ ഭൂമി വിട്ട് ആ ഒരു അങ്ങനെ ഒരു തീർപ്പിലോട്ടൊന്നും സർക്കാർ എത്തിയിട്ടില്ല. അല്ല, നമ്മുടെ ആവശ്യമാണ്, സർക്കാർ പരിഗണിക്കാമെന്ന് പറഞ്ഞു. ബാക്കി വീട് നിർമ്മിച്ച് നൽകുന്നവരെല്ലാം സംഭവമായിട്ട് ഭൂമി കണ്ടെത്താൻ അവിടെ ബുദ്ധിമുട്ടുണ്ടെന്ന ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ബാക്കിയുള്ളവരെല്ലാം ലീഗൽ ഉൾപ്പെടെ 105 വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്. വിവിധ സഭകളിൽ വീടുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. പീപ്പിൾ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ 30 വീടുകൾ അവിടെ നിർമ്മിക്കുന്നുണ്ട്. ഞങ്ങളും അതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ ഭൂമി കണ്ടെത്തുകയാണ്. ഞങ്ങൾ സർക്കാരിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഞങ്ങൾ ഭൂമി കണ്ടെത്തിയിട്ടുണ്ട്. ഞങ്ങൾ 2.5 ഏക്കർ ഭൂമി കണ്ടെത്തിയിരുന്നു. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വയനാട്ടിൽ ഭൂമി കണ്ടെത്താൻ പ്രയാസമായതുകൊണ്ട് പാലക്കാട് ജില്ലയിൽ താമസിക്കുന്ന ആ വസ്തുവിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ തരാം. ഞങ്ങൾക്ക് അവർ 2.5 ഏക്കർ ഭൂമി സൗജന്യമായി തന്നെ വിട്ടുതരാമെന്ന് സമ്മതിച്ചിരുന്നു. ആകെ അവർ പറഞ്ഞത് അവരുടെ മരണപ്പെട്ട മാതാവിൻ്റെ പേരിൽ ഒരു കവാടം അവിടെ ഉണ്ടാകണമെന്ന് പറഞ്ഞു. ആ കണ്ടീഷനിൽ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ഉള്ളൊരു പ്രശ്നം, ഇത് ഈ പ്രദേശത്തുനിന്ന് വളരെ ദൂരം മാറിയിട്ടാണ്. അപ്പോഴാണ് ഞങ്ങൾ രണ്ടാമത്തെ കണ്ടീഷൻ വെച്ചത്. ഞങ്ങൾ ചോദിച്ചു, കണ്ടീഷൻസ് അല്ല, ഞങ്ങൾ ചോദിക്കുകയാണ്, ഗവൺമെൻറ്റോട് ചോദിക്കുകയാണ്. അങ്ങനെ സാധാരണഗതി ഉണ്ടാകാറില്ലേ? ഗവൺമെൻറ്റിന് പകരം ഭൂമി കൊടുത്തിട്ട് ഗവൺമെൻറ് ഭൂമി തരുന്ന സാഹചര്യം ഉണ്ടാകാറില്ലേ? പുതിയ കാര്യമല്ലല്ലോ. അപ്പോൾ ഗവൺമെൻറ്റിനോട് ഭൂമി തരുമെന്ന് ചോദിച്ചു, തരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നില്ല. പക്ഷെ അതിലെവിടെയാണ് ഫണ്ട് മുക്കലുണ്ടാകുന്നത്? ഫണ്ട് മുക്കലും ഭൂമി കണ്ടെത്താനുണ്ടായ സർക്കാരിനെ ഡിപ്പെൻഡ് ചെയ്തുണ്ടായ കാലതാമസം രണ്ട് കാര്യമല്ലേ? രണ്ട് എക്സ്ട്രീം അല്ലേ? അല്ലേ? അങ്ങ് അംഗീകരിക്കുന്നുണ്ടോ? രണ്ട് എക്സ്ട്രീം കാര്യമാണെന്ന് അംഗീകരിക്കുന്നുണ്ടോ? കുലബന്ധമില്ലാത്ത കാര്യമാണെന്ന് അംഗീകരിക്കുന്നുണ്ടോ? ഈ മുഖ്യമന്ത്രി അന്നേരം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയതാണ്, ഈ സർക്കാർ കണ്ടെത്തുന്ന ഭൂമി അത് ആർക്കും വിട്ടുകൊടുക്കില്ല. അവരൊക്കെ എന്ത് ചെയ്യും? പണം നൽകും. DYF നൽകിയ പോലെ, മറ്റ് സന്നദ്ധ സംഘം നൽകിയ പോലെ ആ പണം സ്വീകരിക്കാം. അതിനുശേഷം സർക്കാർ വീട് വെക്കും എന്ന് പറഞ്ഞാണ്. അതിന്റെ കമ്മിറ്റിയിൽ ഈ സംഘടന വിളിച്ചത് യോഗത്തിൽ പ്രതിപക്ഷ നേതാവും പങ്കെടുത്താണ്, DYF ഉൾപ്പെടെ പങ്കെടുത്തു. നിങ്ങൾ അത്ര യോഗത്തിൽ പങ്കെടുക്കുന്നു. ഇനി അതല്ല, ഇപ്പൊ നിങ്ങൾ പറയുന്നത് സർക്കാരോട് ആവശ്യപ്പെട്ട് സർക്കാർ വിട്ടു തന്നെ സർക്കാർ വഞ്ചനാപരമായ സമീപനം സ്വീകരിച്ചു. നിങ്ങൾ എന്തുകൊണ്ട് ഇപ്പോൾ ഒരു വിവാദം ഉണ്ടായപ്പോൾ മാത്രം ഒരു പത്രസമ്മേളനം? അല്ല, വിവാദം ഉണ്ടാക്കാൻ ഞങ്ങൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല. നിങ്ങളല്ല വിവാദം ഉണ്ടായപ്പോൾ മാത്രം പറഞ്ഞു. അല്ല, ഇപ്പോഴും ഇത്ര ഗൗരവമായ അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഗൗരവമായ ഒരു വിഷയം നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ പറയുന്നില്ല? സർക്കാർ വ്യക്തമാക്കിയതല്ലേ? നിങ്ങളുടെ ചോദ്യം കഴിഞ്ഞോ? നീ ഇടയ്ക്ക് ഇടപെടരുത്. എന്റെ മറുപടി കഴിയുന്നവരെ ഇടപെടരുത്. അല്ല, അങ്ങയുടെ ചോദ്യത്തിന് മറുപടി പറയാ. നീ ഇടയ്ക്ക് ഇടപെടരുത്. ഇടയ്ക്ക് ഇടപെട്ട് കഴിയുമ്പോൾ ഒരു കുഴപ്പം, നമ്മൾ തമ്മിൽ എന്തോ ഒരു തർക്കം ഉണ്ടെന്ന് ഈ ബാക്കിയുള്ള മാധ്യമപ്രവർത്തകർക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാകും. നമ്മൾ തമ്മിൽ ഒരു തർക്കത്തിന്റെ ആവശ്യമില്ലല്ലോ. ഇനി അതുകൊണ്ടാണ് തുടർച്ചയായി കത്തിടപാടുകൾ നടത്തുന്നത്. മുഖ്യമന്ത്രിയുമായി, അവിടെ ഉണ്ടായിരുന്ന ഉപസമിതി അംഗമായ ശ്രീ മുഹമ്മദ് റിയാസുമായി തുടർച്ചയായി കത്തിടപാടുകൾ ഉണ്ടാകുന്നതും അതുപോലെ തന്നെ നിയമസഭയിൽ ഉള്ളപ്പോഴും ഞാൻ കണ്ടിരുന്നു. കാരണം നമ്മളിത് കടുംപിടുത്തം ഒന്ന് പൂർത്തീകരിക്കട്ടെ, അസ്വസ്ഥപ്പെടാതെ. നമുക്കിതിനകത്ത് കടുംപിടുത്തമല്ല വേണ്ടത്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭവന നിർമ്മാണത്തിനകത്ത് സർക്കാരിന് ആത്മാർത്ഥമുണ്ട് വളരെ എളുപ്പമാണ്. കാരണം അവിടെ ആവശ്യമായതിനേക്കാൾ കൂടുതൽ വീടുകളുടെ ഓഫറുകളുണ്ട്. ഇനി സംസ്ഥാന സർക്കാർ അങ്ങ് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ മറുപടിയാണ് പറഞ്ഞത്. ഞങ്ങളൊരു ഭൂമി കണ്ടെത്തിയ ഭൂമി അതിന് പര്യാപ്തമല്ലാത്തത് കൊണ്ടാണ് സർക്കാരോട് വീണ്ടും ഞങ്ങൾ ചോദിച്ചത്. ഇനി അതും നോയാണ് മറുപടിയെങ്കിൽ ഞങ്ങൾ അതിൻ്റെ ഒരു തുടർച്ചയായ ഇന്റർഫിയറൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതിനും നോയാണ് മറുപടി എന്നുള്ള സാഹചര്യത്തിൽ സർക്കാർ അതിനോട് പോസിറ്റീവായി നോയും പറഞ്ഞിട്ടില്ല. പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഇന്ന് ബഹുമാനനായ KPCC പ്രസിഡന്റ് തന്നെ പറഞ്ഞത്, ഞങ്ങൾ ആ ഭൂമിയിൽ അടുത്ത മാസം തറക്കല്ലിടാൻ പോവുകയാണ്. ആ തറക്കല്ലിട്ട് ഭവന നിർമ്മാണം പൂർത്തീകരിക്കുന്ന
100 വീടുകളിൽ 30 വീട് യൂത്ത് കോൺഗ്രസിൻ്റെതായിട്ടുണ്ടാകും. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. സർക്കാർ സന്നദ്ധ സംഘടനകളുടെ മീറ്റിംഗ് വിളിച്ചുകൂട്ടി. ആ യോഗത്തിൽ എന്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പങ്കെടുത്തില്ല? അല്ല, ഒന്ന് ആ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. കമ്മ്യൂണിക്കേഷൻ കിട്ടിയിരുന്നില്ല. ആ കമ്മ്യൂണിക്കേഷൻ കിട്ടാത്തതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഞങ്ങൾ അവരെ അറിയിച്ചപ്പോൾ പറഞ്ഞു മെയിൽ ത്രൂ ആണ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പം നമ്മളൊക്കെ ഇപ്പം അപ്പം അങ്ങ് എല്ലാ ദിവസവും മെയിൽ ചെക്ക് ചെയ്യുന്ന ആളാണോ എന്ന് എനിക്കറിയില്ല. അപ്പം എല്ലാ ദിവസവും മെയിൽ ചെക്ക് ചെയ്യുന്ന പതിവൊന്നും നമുക്കാർക്കും ഇല്ല. ഞങ്ങൾക്ക് ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് എല്ലാ ദിവസവും മെയിൽ കമ്മ്യൂണിക്കേഷൻസ് ഒന്നും ചെക്ക് ചെയ്യാറില്ല. ഒന്ന് പറഞ്ഞിട്ടെ, ഒന്ന് സഹോദരൻ ഒന്ന് പറയട്ടെ, ഒന്ന് പൂർത്തീകരിക്കട്ടെ. അങ്ങയുടെ ചോദ്യം പ്ലേസ് ചെയ്തില്ല, ഇനി ആൻസർ അല്ലേ വേണ്ടേ? ഇനി ആ മീറ്റിങ്ങിനകത്ത് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റാത്തപ്പോഴാണ് ഞങ്ങൾ ഈ റിക്വസ്റ്റ് വെച്ചത്. ഞങ്ങൾ ഈ നിമിഷവും പറഞ്ഞല്ലോ, ഈ നിമിഷവും ഞങ്ങൾ അതിനകത്ത് വിവാദമുണ്ടാക്കാൻ നിൽക്കുന്ന ആളുകളല്ല. ഇപ്പൊ ചോദ്യങ്ങൾ വന്നതുകൊണ്ടാണ് എന്താണ് ഇതുവരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വാർത്ത വന്നത്. ഇനി അങ്ങ് മറുപടി പറയൂ. ഫണ്ട് മുക്കിയത് എവിടെയാണ്? കൈരളി വാർത്ത കൊടുത്തല്ലോ ഫണ്ട് മുക്കിയത്. അല്ല, ഒറ്റക്കാര്യം ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ. അല്ല, ഒന്ന് പൂർത്തീകരിക്കട്ടെ. അപ്പൊ എന്റെ ഒന്നാമത്തെ പോയിന്റിന് അങ്ങ് മറുപടി പറയൂ. മാധ്യമ സമ്മേളനമല്ലേ, അങ്ങ് എന്റെ ഒന്നാമത്തെ പോയിന്റ് മറുപടി പറയൂ. കൈരളിയുടെ പറയട്ടെ, പറയട്ടെ, അതൊന്നും ഒന്നാമത്തെ വിഷയമാണല്ലോ. കൈരളിയുടെ വാർത്തയാണ് ഫണ്ട് മുക്കി എന്നുള്ളത്. അങ്ങ് തെളിയിക്കൂ, ഞാൻ രാജിവെക്കാം. വൈറ്റ് പേപ്പർ ഉണ്ട്, ഇപ്പൊ രാജി എഴുതി തരാം.